ഇടുക്കിയിൽ 7 വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ SP മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവം ഇന്നലെ പുലർച്ചെ ഒരു 3 മണിയോട് കൂടിയിട്ടാണ് കുട്ടിയെ അയാളിങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ കുട്ടി ഇന്നലെ പുലർച്ചെ ബെഡിൽ യൂറിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കുട്ടിയല്ല ഇളയ കുട്ടി, മൂത്ത കുട്ടിയാണ് അവനെ ബാത്റൂമിലെ കൊണ്ടുള്ള ഒരു ചുമതല അവനാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ഇതിൽ പ്രബോധനമായിട്ടാണ് ഇയാൾ ഇങ്ങനെ കുട്ടിയെ ഉപദ്രവിച്ചത്. ഇല്ല, ആദ്യം തന്നെ ചവിട്ടുക ചെയ്തത്. പിന്നെ താഴ്ത്ത് വീണ കുട്ടിയെ ബെഡിലേക്ക് എടുത്തിട്ട് പിന്നെ വലിച്ചെറിയാനുണ്ടായി. അങ്ങനെയാണ് ഒരു ഷെൽഫിൻ്റെ ഇടയിലേക്ക് വീണിട്ട് കുട്ടിക്ക് തലയ്ക്ക് പരിക്കുപോയിട്ട് വലിച്ചെറിയലാണ് പറ്റിയത്. പിന്നെ അത് ചവിട്ടിയിട്ടുണ്ട്. അകത്തൊക്കെ ചവിട്ടി ഒത്തിരി പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അത് ഇപ്പോൾ മനസ്സിലാവുന്നത് ശരിക്കും അയാൾ പുറത്തായതുകൊണ്ട് അയാൾ ഭയന്നിട്ടാണ് ആദ്യം അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ അവർ പറഞ്ഞതെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല. ഒരു കൊലപാതക കേസിലൊക്കെ വെറുതെ വിട്ട ആളാണ് എന്ന് പറഞ്ഞു. ചെറിയ രീതിയിലുള്ള ഉപദ്രവം ഉണ്ടായതായിട്ട് അവർ പറയുന്നുണ്ട്. ഇത് കൂടെ കൂടിയിട്ട് എത്ര നാളായി? ഇവർ കഴിഞ്ഞ നവംബർ 19 തീയതി തൊട്ടാണ് അവർ ഒന്നിച്ച് താമസിക്കുന്നത്. അല്ല, ഇവരുടെ ഈ സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയതാണ്. ആ ഭർത്താവിന്റെ ബന്ധുവാണ് കല്യാണം. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഒന്നിച്ച് താമസം തുടങ്ങിയിട്ടുള്ളത്. ബന്ധുവായ സ്ഥിതിക്ക് മുന്നോട്ട് പരിചയങ്ങളുണ്ടാവും. അദ്ദേഹത്തിന്റെ ബന്ധുവാണ്, മരിച്ചുപോയാളുടെ ബന്ധുവാണ്. ഇല്ല, ഇവര് തമ്മിൽ അത്രയ്ക്ക് പരിചയം ഉണ്ടായിരുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. അതവരുടെ ഈ സ്ത്രീയുടെ ശരിക്കും സ്ഥലം തൊടുപുഴയാണ്, തിരുവണ്ണൂരാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ട് അവരുടെ ആദ്യത്തെ ഭർത്താവിന്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് തൊടുപുഴയിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തൊടുപുഴയ്ക്ക് വന്നത്. വലിച്ചെറിഞ്ഞപ്പോഴാണ് ഏറ്റവും മേജറായിട്ടുള്ള പരിക്ക് പറ്റിയത്. ആ സമയത്ത് ഇല്ല, വടിയൊന്നും ഉണ്ടായിട്ടില്ല. മർദ്ദിക്കാനുണ്ടായ കാരണം ഇതാണ്. അതായത് ഇളയ കുട്ടി ബെഡിൽ യൂറിനേറ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ ആ കുട്ടിയെ സമയാസമയങ്ങളിൽ ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇയാൾ ഈ മൂത്ത കുട്ടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, ഈ പരിക്ക് പറ്റിയ കുട്ടിയെ. അത് ചെയ്യാത്തതിനെ പറ്റിയിട്ടുള്ള പ്രഭാവത്തിലാണ് ആദ്യം ചവിട്ടിയത്. അത് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയില്ല. ഉപയോഗിക്കുന്ന ആളാണ്. അമ്മ അടുത്തുണ്ടായിരുന്നു, ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ പുറത്തു പോയിട്ട് വന്നിട്ട് കുട്ടി നേരത്തെ കിടന്നിരുന്നു. അന്ന് അയാൾ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് എഴുന്നേപ്പിച്ചത്. 3 മണിയോട് കൂടിയിട്ട് ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി യൂറിനേറ്റ് ചെയ്ത വിവരം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ മുഖത്ത് അതെ, അത് ആ ശ്രമത്തിനിടയിൽ പരിക്ക് പറ്റിയതാണ്. ആ ഭാഗം കൂടുതലായിട്ട് പരിശോധിക്കണം. ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ്. ഇടുക്കി തൊടുപുഴയിൽ 7 വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ ഡിവൈഎസ്പിയുടെ വാക്കുകളാണ് കേട്ടത്. കുട്ടിയെ ക്രൂരമായി തന്നെ മർദ്ദിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടിയെ എടുത്തെറിയുകയും ചവിട്ടുകയും ചെയ്തിരുന്നു. ഏതായാലും കുട്ടിയുടെ അവസ്ഥ ഇപ്പോഴും ഗുരുതരമാണ്. തടയാനുള്ള ശ്രമത്തിൽ അമ്മയ്ക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇളയ മകനെ വേണ്ട രീതിയിൽ നോക്കാത്തതിന് പേരിൽ, അല്ലെങ്കിൽ ബെഡിൽ മൂത്രമൊഴിച്ച ഇളയ മകനെ യഥാസമയം ബാത്റൂമിൽ കൊണ്ടുപോകാത്തതിന്റെ പേരിലാണ് മൂത്ത കുട്ടിയെ ഇത്രയും ക്രൂരമായി, 7 വയസ്സുകാരനായ മൂത്ത കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമ്മ ആദ്യ ഭർത്താവ് മരിച്ച ശേഷം അമ്മ ഇയാളോടൊപ്പം താമസിക്കുകയാണ്. ഇവർ ലീഗലി മാരീഡ് അല്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിയെ മർദ്ദിക്കാനുള്ള ശ്രമത്തിനിടെ അമ്മയ്ക്കും ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനു മുൻപും ചെറിയ രീതിയിൽ ഇയാൾ കുട്ടികളെ മർദ്ദിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. കുട്ടിയുടെ മുത്തശ്ശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത 6 കേസുകൾ കൂടി ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് സക്കരിയ ചേരുന്നുണ്ട്. സക്കരിയ, കുട്ടിയെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്.
കൂടുതൽ കാര്യങ്ങൾ എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഒപ്പം തന്നെ ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കുട്ടിയെ അതിക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നത്. ഇളയ കുട്ടിയെ നോക്കാൻ ഈ പരിക്കേറ്റ മൂത്ത കുട്ടിയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിൽ വീഴ്ച വരുത്തിയതിനാണ് കുട്ടിയെ മർദ്ദിച്ചത്. വലിച്ചിഴച്ച് നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു. അതിന്റെ ക്രൂരമായ പ്രത്യാഘാതങ്ങൾ കുട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവം നിലയ്ക്കാതെ തുടരുകയാണ്. ഇതുമൂലമാണ് കുട്ടിയുടെ അവസ്ഥയിൽ യാതൊരു മാറ്റവും ഇല്ലാത്തത്. വെന്റിലേറ്ററിലാണ് കുട്ടിയുടെ ജീവൻ നിലനിൽക്കുന്നത്. 48 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. പ്രതി ഈ രണ്ടാനച്ഛൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. അധികം വൈകാതെ തന്നെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് ഡിവൈഎസ്പി ഇപ്പോൾ അറിയിച്ചു. കുട്ടിയുടെ അമ്മയ്ക്ക് മർദ്ദനമേറ്റതായി അവർ പോലീസിന് വഴി നൽകിയിട്ടുണ്ട്. ശിശുക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ജില്ലാ മെഡിക്കൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് അവർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശമുണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ. അതനുസരിച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഡോക്ടർമാരെ കാണുകയും കുട്ടിയെ സന്ദർശിക്കുകയും കുട്ടിയുടെ മാതാവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ജഗരിയ തുടരുക. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേർന്നു. ആൽവിൻ, കുട്ടിയുടെ രണ്ടാനച്ഛൻ അമ്മയുടെ സുഹൃത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഇതിനു മുൻപും 6 കേസുകൾ ഇയാളുടെ പേരിൽ ഉള്ളതായി പോലീസ് പറയുന്നുണ്ട്. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ കുട്ടിയുടെ മുത്തശ്ശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയ വിവരം. വളരെ വ്യക്തമായത് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം ഈ കുട്ടിയുടെ സഹോദരനായ 3.5 വയസ്സുകാരൻ നൽകിയ മൊഴിയും അത്തരം ഒരു മൊഴിയും പോലീസിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ആ മൊഴി നൽകിയിരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ്. അതേ തുടർന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസെടുക്കണമെന്ന നിർദ്ദേശം തൊടുപുഴ പോലീസിന് നൽകുന്നത്. ഇന്ന് രാവിലെ ഈ മുത്തശ്ശിയുടെ മൊഴി കൂടി പുറത്തു വന്നതോടെ, അല്ലെങ്കിൽ പോലീസ് രേഖപ്പെടുത്തിയതോടെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. തൊടുപുഴ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ ഇപ്പോൾ ആണ് ഉള്ളത്. ഇയാളുടെ അറസ്റ്റ് വൈകുന്നേരത്തോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാര്യം അമ്മയുടെ മൊഴി എടുക്കുന്നതിനായി പോലീസ് ഇവിടെ നിന്ന് തൊടുപുഴയിൽ നിന്ന് കോലഞ്ചേരിയിലേക്ക് പോയിട്ടുണ്ട്. ആ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും കേസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇയാൾ ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ ഫോറൻസിക് വിദഗ്ധരടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഈ വീട്ടിൽ പലയിടങ്ങളിലും രക്തക്കറകൾ കണ്ടെത്തിയതായുള്ള ദൃശ്യങ്ങൾ നമുക്ക് രാവിലെ നമ്മളും കണ്ടിരുന്നു. അത്തരത്തിൽ അതൊക്കെയും വിശദമായ പരിശോധന പോലീസ് നടത്തിയതിനു ശേഷമാകും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് വൈകിട്ടോട് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു നിലപാടാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിനു വേണ്ട കാര്യങ്ങളും അതിനു വേണ്ട വിശദാംശങ്ങളുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മുത്തശ്ശിയുടെയും ഈ ഇളയ മകന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ഇടുക്കി തൊടുപുഴയിൽ 7 വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തിന്റെ അറസ്റ്റ് ഇന്ന് വൈകിട്ടോടെ രേഖപ്പെടുത്തിയേക്കും. ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മുത്തശ്ശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഇളയ കുട്ടിയും ഇയാൾക്കെതിരെ മൊഴി നൽകിയിരുന്നു. ആൽവിൻ തോമസും ജക്കരിയ മുഹമ്മദുമാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.